എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 10 ചൊവ്വാഴ്ച. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു. ഗ്ലോബൽ ലെവലിലുള്ള പോസിറ്റീവ് സൂചനകളെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ മാർക്കറ്റും ഇന്ന് അത്യാവശ്യം ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തെങ്കിലും കൂടി ഫസ്റ്റ് ആ ഒരു 1 അവർ നമ്മളെ വല്ലാതെ ആശങ്കയിലാക്കി. ഏകദേശം 200 പോയിന്റോളം ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷമാണ് അപ്പ് സൈഡിലേക്ക് റിവേഴ്സൽ പോയത്. ഇന്നത്തെ പോസിറ്റീവ് സൂചനകൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. അതായത് എനർജി മാർക്കറ്റിൽ ദിവസങ്ങളോളം നീണ്ടു നിന്ന ഒരു വോളറ്റൈലിറ്റി, അതിനെ തുടർന്ന് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രഷർ നേരിട്ടതുകൊണ്ട് ഇറാനുമായുള്ള യുദ്ധം വളരെ വേഗം പരിഹരിക്കപ്പെടുമെന്ന് ട്രംപ് പറഞ്ഞു എന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് ട്രംപ് പറഞ്ഞു എന്നും പറഞ്ഞ് ആ ഒരു സൂചന വന്നതുകൊണ്ട് മാത്രമാണ് വേൾഡ് ലെവലിൽ തന്നെ ഒരു പോസിറ്റീവ് ക്യൂസുകൾ ഉണ്ടായത്. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും പിൻപറ്റിക്കൊണ്ട് ഇന്ന് നിഫ്റ്റി 233 പോയിന്റ്, ഏകദേശം 1% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും താഴ്ന്ന ലെവലായ 24,079-80 ആ ഒരു റേഞ്ചിൽ നിന്ന് നിഫ്റ്റി കയറിയതിനു ശേഷം 24,300 അടുത്തായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഹൈ ആയ 24,304, 24,300 ഒരു 4 പോയിന്റ് ഡിഫറൻറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 24,280 അതിനുശേഷം 24,303.80 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് താഴത്തേക്ക് വന്നത്. ആ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് സമീപം തന്നെ 24,300 അടുത്ത് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തു. സെഷൻ്റെ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് എന്ന് തന്നെ പറയാം, ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് നീങ്ങി. അതിനുശേഷം 24,080 അതുപോലെ 24,300 എന്നുള്ള ഒരു നാരോ റേഞ്ചിനുള്ളിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നത്. ഇത് സ്റ്റാർട്ടിംഗ് റീബൗണ്ടിന് ശേഷം ഒരു താൽക്കാലിക എൻഡിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 24,300 തന്നെയാണ്. ഈ ലെവലിന് മുകളിലുള്ള ഒരു ഡിസൈസീവ് ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ 24,600 നേരത്തെ ഉണ്ടായിരുന്ന 24,000 ഇപ്പോൾ ഈ 200 EMAക്ക് അടുത്ത് 24,600 എത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 24,000 എന്നുള്ളത് നിഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് ഫോം ആയിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1% പോസിറ്റീവിൽ 24,261 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോൾ ഏകദേശം 0.25%, 0.82% ഉയർന്ന് 78,205 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 1.5% ഉയർന്ന് 931 പോയിന്റ് പോസിറ്റീവിൽ 56,950 ക്ലോസ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളേക്കാൾ അത്യാവശ്യം തെറ്റില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.62% ഉയർന്നിട്ടുണ്ട്. എന്നാൽ സ്മോൾ ക്യാപ്പ് 2.12% ഉയർന്നിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 19% ഡൗണിലാണ്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആട്ടോ ആണ് കൂടുതൽ നേട്ടം കൊയ്തത്. അതോടൊപ്പം നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, ബാങ്ക് ഇൻഡെക്സ് എന്നിവയും ഇന്ന് അത്യാവശ്യം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയം മേഖലാ ഇൻഡെക്സുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് നിഫ്റ്റി IT തന്നെയാണ്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സുകളും ഇന്ന് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ സ്ട്രക്ചറൽ വ്യൂ, ഡൊമസ്റ്റിക് പാർട്ടിസിപ്പൻസിൻ്റെ വർദ്ധിച്ചു വരുന്ന ഒരു സപ്പോർട്ട് മാർക്കറ്റിന് ഒരു അടിസ്ഥാന ഘടകമായിട്ട് നിഫ്റ്റി 50 കമ്പനികളുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഏകദേശം 36% പേഴ്സണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകളും ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി വേൾഡ് ലെവലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ തന്നെ ഡൊമസ്റ്റിക് മൂലധനത്തിൻ്റെ സ്വാധീനം ഒരു സ്ഥിരമായ ശക്തിയായി നമുക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മാറിയിരിക്കുന്നത്. പ്രധാനമായും ജിയോ പൊളിറ്റിക്കൽ അപകട സാധ്യതകൾ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില സസ്റ്റെയിൻ ആവുകയും ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എത്ര വേഗത്തിലാണ് മാറിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു റിക്കവറിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
സാധാരണ മാർക്കറ്റ് സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വോളറ്റിലിറ്റി ഉയർന്ന നിലയിൽ തുടരുകയും ചെയ്യും. എന്നാൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതും അതുപോലെ ബാങ്കിങ് സെക്ടറിലെ സ്ട്രോങ്നെസ്സും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിയർ ടേം റിസ്ക് ഓഫ് ഘട്ടത്തിന് ശേഷം മാർക്കറ്റ് ഒരു സസ്റ്റെയിൻ ആവാൻ ശ്രമിക്കുമെന്നാണ്. മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി വേൾഡ് ലെവലിൽ തന്നെ വലിയ ഒരു ഇതുപോലുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങളൊക്കെ വന്നാലും വലിയൊരു ക്രാഷ്, പഴയതുപോലുള്ള ഒരു ക്രാഷ് കൂടുതലും ഒരു 50-60% ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ 23,700 താഴെ ഡൗൺ സൈഡിലേക്കും 24,080 മുകളിൽ അപ്പ് സൈഡിലേക്കുമാണ് എൻട്രി പറഞ്ഞിരുന്നത്. ഇന്ന് 24,080 മുകളിലാണ് ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ പിന്നീട് 24,080 ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോയ സ്ഥിതിക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം നമുക്ക് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് 24,320 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു 24,080 എന്നുള്ള റേഞ്ച് വാച്ച് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 56,300 മുകളിലാണ് എൻട്രി പറഞ്ഞിരുന്നത്. 56,300 മുകളിലാണ് ഓപ്പൺ ചെയ്തത്. 56,695 ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് വരികയാണ് ചെയ്ത് 56,387 വരെ വന്നിട്ടുള്ളൂ. നമുക്കിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എൻട്രി ലഭിക്കാൻ സാധ്യതയില്ല. നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് ഈ ഒരു ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. 56,640 താഴെ എൻട്രി എടുക്കാം. റെസിസ്റ്റൻസ് ആയിട്ട് 57,110 മുകളിലും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ 2 ലെവലുകൾ വാച്ച് ചെയ്യാം. ഈ 2 ഇൻഡെക്സുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.